നമസ്കാരം. 90s കപ്പിൾസിൻ്റെ പുതിയ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാറ്റർഡേ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇന്ന് എവിക്ഷൻ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ എനിക്ക് എൻഗേജിങ് ആയിട്ട് എനിക്കതിനകത്ത് ലാലേട്ടൻ വേണ്ടതുപോലെ ഫെയർ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ഇനി 2 ആഴ്ച കൂടെ റൗണ്ടായിരിക്കാം ഒത്തിരി അങ്ങ് നമ്മൾ ഫയർ ആകാതെ ഇരുന്നത്. പക്ഷെ വേണ്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനി തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കാര്യത്തിനും എല്ലാം ഒരു വ്യക്തത വരുത്തിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ പലരും നെവിനെ ശരിക്കും ഫയർ ചെയ്യും, അല്ലെങ്കിൽ പുറത്താക്കുമെന്നൊക്കെ വേണമെങ്കിൽ ചിലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നമ്മൾ ഷാനവാസിനെയൊക്കെ ലാലേട്ടന് ആ സമയത്ത് ഫയർ ചെയ്ത് കളഞ്ഞ ഒരു സമയമുണ്ട്. അതായത് ഷാനവാസിൻ്റെ മെൻ്റൽ ആകെ ഡൗൺ ആയിപ്പോയ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതുപോലത്തെ രീതിയിലത്തേക്കിന് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് ലാലേട്ടൻ നമ്മൾ ഫയർ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നിവിൻ മാനസികമായിട്ട് നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. അങ്ങനെ 1-2 വാക്കുകൾ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡ് തുടങ്ങി ലാലേട്ടൻ സ്റ്റേജിൽ വന്നു. ഹൗസിലെ ആൾക്കാരെ കാണാനെ കൊണ്ട് പോയപ്പോൾ തന്നെ നെവിൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോ. അതെ, അവരോട് സംസാരിച്ച് തുടങ്ങുന്നത് നെവിൻ എന്ന് വിളിച്ചത് തന്നെയാണ്. മാത്രമല്ല, നെവിനോട് ചോദിക്കുന്നത് എന്താണ് പ്രശ്നം, നെവിൻ അവിടെ ഓക്കെ അല്ലേ. അപ്പം നമുക്കറിയാം നെവിന് ഈ കഴിഞ്ഞു പോയ വീക്കിൽ ആ വീട്ടിൽ ക്യാപ്റ്റന്മാരൊരു ഭാഗത്തും നമ്മുടെ മറ്റുള്ള ഹൗസിലെ കണ്ടസ്റ്റൻ്റ് മറുഭാഗത്തും എന്നുള്ള നിലയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് പോയിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ട്രോങ്ങറായിട്ടുള്ള തന്നെ നമ്മുടെ ഷാനവാസ് നിലവിൽ ഹോസ്പിറ്റലിലായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത് കണ്ടില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഇന്ന് നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമുക്ക് കാണാനെ കൊണ്ട് സാധിച്ചില്ല. അപ്പം ലാലേട്ടന് ആ കാര്യത്തിനെക്കുറിച്ച്, ഷാനവാസിൻ്റെ കാര്യത്തിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവിടുത്തെ എല്ലാ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസിയെ പറ്റിയാണ് അധികം സംസാരിക്കാതെ വിട്ടിരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അധികത്തിൽ ചോദിക്കാതെ പെട്ടെന്ന് വിട്ടു. പക്ഷേ ഈ കഴിഞ്ഞു പോയ ആഴ്ചയിലെ ഹൗസിലെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചോദിച്ചു പോയിട്ടുണ്ട്. ഹൗസിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച മൊത്തം നെവിനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നെവിൻ ഇന്നത്തെ മൊത്തം വിഷയം നെവിനുമായിട്ടുള്ള സംബന്ധിച്ചുള്ള സകല വിഷയങ്ങൾ, ഒരാഴ്ചത്തെ സകല വിഷയങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് തന്നെ. അപ്പം നമ്മുടെ അനുമോൾ നെവിൻ വിഷയം തന്നെയാണ് ആദ്യം ചർച്ചയ്ക്ക് മുന്നിട്ട് വെച്ചത്. അപ്പം അതിനകത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നെവിന് അങ്ങനെ അത്രയും പ്രകോപനകരമായിട്ടുള്ള ഒരു രീതിയിൽ അനുമോളെടുത്ത് പോയി വെള്ളം ഒഴിച്ച കാര്യം. അപ്പം നെവിൻ്റെ സൈഡ് പറയുന്നുണ്ട്, ആ നെവിൻ അനുമോൾ ഇഷ്യൂവിൻ്റെ ഇടയ്ക്ക് ആരിനെ കൊണ്ടും കൂടെ ലാലേട്ടൻ സംസാരിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അവർക്ക് ആ ഒരു വിഷ്വൽ കാണിച്ച് ശരിക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇന്റൻഷൻ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ ഒരു ചാൻസ് അവിടെ ഇല്ലായിരുന്നു. കാരണം പ്രൂഫ് മുന്നിൽ കിടക്കുകയാണ്. അതിന് മണ്ടയ്ക്കിനി മറ്റൊരു വാദങ്ങളും വില പോകില്ല. ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ലാലേട്ടൻ അത് ശരിയായില്ല എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. നെവിൻ്റെ അനുവിൻ്റെ ആ ഒരു ബെഡിൽ വെള്ളം കോരി വെച്ച ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ആരും ചിരിച്ച വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അവിടെ. അതെ, ഈ ചിരിച്ച വിഷയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടസ്റ്റൻറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത കൂട്ടത്തിൽ നീ അന്നേരം ചിരിച്ചിട്ടുണ്ടായിരുന്നു, നെവിൻ എൻ്റെ കട്ടിലിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ നീ കൈകൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോള് ആരിനോട് പറയുമ്പോൾ ആരിൻ അന്നേരം അത് അംഗീകരിക്കുന്നില്ല. ഒരു പക്ഷേ ലാലേട്ടൻ ഇന്നത്തെ ദിവസത്തിൽ ഈ വീഡിയോ പ്ലേ ചെയ്യാതെ ഇത് ചോദ്യം ചെയ്യുകയായിരുന്നെങ്കിൽ
ആര്യനെ ആ സംഭവം അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇല്ല ആര്യൻ്റെ ഒരു നേച്ചർ വെച്ച് ആര്യൻ്റെ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തില്ല, ചെയ്തതാണ്. അല്ലെങ്കിൽ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഞാൻ ചെയ്ത കാര്യമാണെന്ന്, അല്ലെങ്കിൽ അത് മറ്റൊരു വ്യക്തി പ്രൂഫ് സഹിതം കാണിച്ചാൽ ഞാൻ ചെയ്ത് തെറ്റായി എന്ന് പറയും. വീഡിയോ വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചത് കൊണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ആര്യന് കൈയടിക്കുന്നുണ്ടായിരുന്നു നെവിന് വെള്ളം കോരി ഒഴിച്ച സമയത്ത്. അതുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യാനെ കൊണ്ട് ആര്യന് പറ്റിയില്ല. അതുകൊണ്ട് അതിനകത്ത് ആര്യനും ബ്ലെയിം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ലാലേട്ടൻ അതുകൊണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എവിടെ നിന്നായിരുന്നു തുടക്കം എന്നുള്ള കാര്യം ഇവരോട് ചോദിക്കുമ്പം നീ ശ്രദ്ധിച്ച് രണ്ടുപേർക്കും കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടുന്നില്ല. കാരണം എവിടെ നിന്നാണ് ഇതിൻ്റെ ഈ ഗ്രഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ തന്നെ മുന്നോട്ട് വെക്കുകയായിരുന്നു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയുന്ന വേർഡ് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പലപ്പോഴും നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടില്ലേ? കാരണം ഇവര് പക്ഷെ ആർട്ടിഫിഷ്യൽ കൊലസ്ട്രി എന്ന് വിളിച്ച ആ സമയത്ത് മുതലല്ല ശരിക്കും അവർ തമ്മിലുള്ള പ്രശ്നം സ്റ്റാർട്ട് ആകുന്നത്. പലപ്പോഴും നമുക്കും അത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇവര് എവിടെ, കാരണം ഇവര് കുറെ നാളിന് മുമ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലായിരുന്നു. പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിത് ഇവര് തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുന്നതിന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. നിവിനും നമ്മുടെ അനുവും തമ്മിലുള്ള വിഷയം എന്തായാലും ആ വിഷയത്തിനെ കുറിച്ച് ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നെവിന് വേണ്ടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. നിവിന് അവിടെ നമ്മുടെ അനു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടൊരു കാര്യം, അനു അവിടെ അനുവിന് ബാഡായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് തോന്നുന്നു സകല കാര്യങ്ങളും ബിഗ് ബോസിനെതിരാണെങ്കിൽ പോലും അനു എന്ന വ്യക്തി അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നിവിന് പറയാൻ വന്നു വെച്ചാൽ നീ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തോ? അനുവിന്റെ അല്ല നെവിന്റെ കാര്യമില്ലേ? നിവിന്റെ കാര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ അനുവിനെ വിട്ടുപോയി. അതായത് അനുവിനെ പ്രൊവോക്ക് ചെയ്ത കാര്യമാണോ? പ്രൊവോക്ക് ചെയ്ത കാര്യമുണ്ട്. പിന്നെ ആ ഒരു സിറ്റുവേഷനാണ് ഞാനത് പറയാനെ കൊണ്ട്. അതായത് ഈ വെള്ളം ഒഴിച്ച കേസിൽ ലാലേട്ടൻ വീഡിയോ വിഷ്വലി കാണിക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് ഒരാളിപ്പോൾ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങിപ്പോയാൽ ബിഗ് ബോസ് അവരെ ഉണർത്താനെ കൊണ്ടുള്ള ഒരു അത് കൊടുക്കും. അതായത് നമ്മൾ പട്ടി കുരയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരുടെ പേര് മെൻഷൻ ചെയ്ത് വിളിച്ചു പറയുന്ന രീതിയിലോ ബിഗ് ബോസ് അത് ചെയ്തോളും. അതിനു വേണ്ടി ഒരു ക്യാപ്റ്റനെയും ബിഗ് ബോസ് നിയമിച്ചിട്ടില്ല എന്നുള്ളത് ലാലേട്ടൻ ഇന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പുറത്ത് ചർച്ചയായിട്ട് നോക്കൊണ്ടിരുന്ന ഒരു വിഷയമാണത്. കാരണം ഇങ്ങനെ വെള്ളം കുടഞ്ഞ ഒരാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട കാര്യം അവിടെ ആരെയും ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം. അത് മാത്രമല്ല അനുമോടെ അവിടുത്തെ അന്നേരത്തെ ഒരു സിറ്റുവേഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതെ നമ്മുടെ അത് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഗെയ്റ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് കിടന്നു. അപ്പോൾ ലാലേട്ടൻ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അതായത് ഉണർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുകളിലേക്ക് വെള്ളം തൊഴിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനാണ് നമുക്കിവിടെ പട്ടിയുള്ളതും അല്ലെങ്കിൽ അത് ഇതൊക്കെ ഉള്ളതും എന്ന് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. അതെ തന്നെ. എന്തായാലും നെവിനെ സംബന്ധിച്ച് പിന്നെ ഞാൻ മുമ്പ് പറയാൻ വന്ന കാര്യം ഇതാണ്. നമ്മുടെ നിവിന് കഴിഞ്ഞ അനു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ഫാമിലി വീക്കിൽ കുറച്ച് പേര് എൻട്രി ആയപ്പോൾ നിവിൻ്റെ കാര്യത്തിൽ പറയാൻ നിവിന് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട്. ആ ഒരൊറ്റ ബലത്തിലാണ് അല്ലെങ്കിൽ നിവിനിക്ക് നല്ല സപ്പോർട്ട് പുറത്തുണ്ട് എന്ന് കരുതിയാണ് നിവിൻ ഇതിനകത്ത് കിടന്ന് ഇത്രയും അഹങ്കരിക്കുന്നതെന്ന് അനു അവിടെ പറയുന്നുണ്ട്. ആ ഒരിത് നിവിന് ഉണ്ട്. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതാണ്. ഒരു എന്റർടൈനർ എന്ന നിലയിൽ നിവിൻ അവിടെ മുൻപ് നല്ല രസമായിട്ടായിരുന്നു ഗെയിം കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് ഏകദേശം ഫാമിലി വീക്കിൽ ഫാമിലീസൊക്കെ അകത്ത് കയറിയപ്പോൾ എല്ലാവരും അത് നെവിനെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും നെവിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിന് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു, പുറത്ത് കുറച്ച് ഫാൻസ് ഉണ്ടെന്നുള്ള കാര്യം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ഫയർ ചെയ്തില്ല അല്ലെങ്കിൽ ഫയർ ചെയ്ത് അവര് ലാലേട്ടൻ എന്താ നമ്മുടെ ഷാനവാസിനെ കേസിലെ പോലെ ഫയർ ചെയ്ത് അദ്ദേഹത്തെ ഇതാക്കിയില്ലെങ്കിൽ പോലും നിവിന്റെ കട്ടയം പടയാൻ തുടങ്ങുന്ന കോൺഫിഡൻസിന്റെ പത്തിക്കെട്ടാണ് അടിച്ചിരിക്കുന്നത്. കാരണം നെവിൻ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ, പുറത്ത് നെവിൻ അധികം സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നെവിൻ കാര്യമാക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെറും തോന്നലാണ്. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ
അങ്ങനെ ലാലേട്ടൻ തന്നെ പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളവിടെ ആ സീൻ പറയുമ്പം ഓഡിയൻസിന്റെ ഇടയിൽ നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ആ നിവിന്റെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ, കാരണം അങ്ങനെ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ലാലേട്ടൻ തന്നെ അങ്ങനെ ഇല്ല എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അദ്ദേഹം അവിടെ മൊത്തത്തിൽ നിവിൻ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഷാനവാസിക്കയുടെ വിഷയമാണ്. അപ്പം അതിലും മെയിൻ ആള് നെവിൻ തന്നെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ പലരും പുറത്ത് പല വീഡിയോസ് ചെയ്യുന്നുണ്ട്, നെവിൻ എങ്ങനെ ആകും, അദ്ദേഹം ഹെൽത്തിന് ഇഷ്യൂ ഉള്ള ആളല്ലേ. ഹെൽത്തിന് ഇഷ്യൂ ഒക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു ഇൻസിഡൻറ്റിലേക്ക് വഴി നയിച്ച ആളെന്ന രീതിയിൽ നെവിനാണ്. പക്ഷെ നെവിൻ അത് മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ലെങ്കിൽ പോലും ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ നെവിൻ അതിന് പറയുന്ന റീസണാണ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ വരരുത്. അപ്പം അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെല്ലാമോ, അല്ലെങ്കിൽ അദ്ദേഹം അപ്പം ആ ഇതെടുത്ത് എറിയാമോ? അതാണ് അവിടെ നെവിൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇല്ല. അപ്പം ഞാനത് പറഞ്ഞതാണ്, അതിനോട് ചേർത്ത് പറഞ്ഞതാണ്. പിന്നെ ഷാനവാസിൻ്റെ വിഷയവും നെവിൻ്റെ വിഷയവും തമ്മിൽ നമ്മുടെ ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അന്നേരം പലർക്കും എല്ലാവരും ഒരേ ഒറ്റ സ്വരത്തിലുള്ള അഭിപ്രായമായിരുന്നു എല്ലാവരുടെയും. കാരണം നെവിൻ അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് അഗ്രഷൻ ചെന്ന് കയറി ഷാനവാസിനെ അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് അറ്റാക്ക് ചെയ്തെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം നെവിൻ അതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അത് ചോദിക്കുമ്പം നെവിന് കിളി പോയി. സത്യം പറഞ്ഞാൽ പകുതി എന്താണ് പറയേണ്ടതെന്നുള്ള ഒരു ധാരണ നെവിന് കിട്ടുന്നില്ല. കാരണം അതായത് നമ്മൾ ഈ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാതെ തപ്പുന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ഒരു കണ്ടീഷനായിരുന്നു നെവിൻ്റെ സ്ഥാനത്ത് നെവിനിൽ നിന്നും വന്നിരിക്കുന്നത്. അപ്പം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നെവിൻ ടെൻഷനാണ്. ഷാനവാസിന്റെ ഇഷ്യൂ ചോദിക്കുമ്പോൾ നെവിൻ പറഞ്ഞ മല്ലിയിലയുടെ സംഭവങ്ങളൊക്കെയാണ് തുറന്നത്. കാരണം അദ്ദേഹം മെന്റലി ഷഫിൾ ചെയ്ത് പോയ ഒരു അവസ്ഥയാണ് ആ നിമിഷം. കാരണം ആ ഒരു അറ്റാക്ക്, അതായത് ഷാനവാസും നെവിനും തമ്മിലുള്ള ഇഷ്യൂ അറ്റാക്ക് ചെയ്ത കാര്യം ലാലേട്ടൻ ചോദിക്കുമ്പോൾ നെവിൻ പറയാനെ കൊണ്ട് ഉദ്ദേശിച്ച കാര്യം ഷാനവാസും നെവിനും ഇതിനു മുമ്പ് നടന്ന പല ഇൻസിഡൻറ്റുകളും കോർത്തിണക്കി പറയാനെ കൊണ്ടാണ് ശ്രമിച്ചത്. പക്ഷെ അത് ലാലേട്ടൻ അവിടെ അനുവദിച്ചില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്ന ഇഷ്യൂവിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളെടുത്ത് ചോദിക്കുമ്പോൾ അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതായത് ഈ വിഷയം, അതായത് ഇതിനെല്ലാം കാരണം അക്ബറാണെന്നുള്ള ഒരു രീതി പറയുന്നുണ്ട്. അപ്പം അക്ബർ സത്യം പറഞ്ഞാൽ അവർക്കും അനുമോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ആദ്യമായി നമുക്കും അത് തോന്നും, അക്ബറിൻ്റെ പേരെന്തിനാ, നെവിൻ അല്ലേ ആ ഒരു ഇഷ്യൂ. പക്ഷേ അനുമോൾ പറയാനെ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഒരു വിഷയത്തിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അക്ബർ ഇന്നത്തെ വിഷയം ലാലേട്ടൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻസിയുടെ കാര്യം എല്ലാവരും പൊതുവിൽ ഡൗൺ ആയിരുന്നു, ക്യാപ്റ്റൻസി നെഗറ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം ലാലേട്ടനും കൂടെ പറയുന്നുണ്ട്. അതായത് ഈ കിച്ചൺ ടീമിൽ നിങ്ങൾ 3 പേരും കൂടെ എന്തിനു കയറി, ആ നിങ്ങളുടെ തീരുമാനം തന്നെ വളരെ മോശമായിരുന്നു ലാലേട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, നെവിൻ അവിടെ കിച്ചൺ ക്യാപ്റ്റൻ ആയതിനു ശേഷം കിച്ചണിൽ മറ്റുള്ള ആരും കയറാൻ പാടില്ല എന്നുള്ളതൊക്കെ പുതിയ റോളുകളൊക്കെ കൊണ്ടുവരും. അതെ, കുറച്ച് അന്നേരം അവിടെ കിച്ചൺ ടീമിൽ ഉണ്ടായ ഇഷ്യൂ എന്താണെന്ന് അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ, അത് ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ഉണ്ടായത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ പാത്രത്തിൻ്റെ കേസ് അക്ബർ അവിടെ പറയുന്നില്ല. അതായത് അദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഹൈഡ് ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു പാത്രത്തിൻ്റെ ഇഷ്യൂ ആണല്ലോ ആ ഒരു വലിയ വഴക്കിലേക്ക് പോയത്. അതായത് വെസൽ ക്ലീൻ ആയില്ല എന്നുള്ള രീതിയിൽ ലാലേട്ട അവിടെ വെസൽ ക്ലീൻ അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അക്ബർ അവിടെ അത് എടുത്തു പറഞ്ഞത്. അത് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം ആ ഒരു വെസൽ ക്ലീൻ അല്ലായിരുന്നല്ല അവിടുത്തെ ഇഷ്യൂ. ആ ഒരൊറ്റ പാത്രത്തിനകത്ത് കുറച്ച് ക്ലീൻ അല്ലായിരുന്നു, എന്തോ ഒരു ചെറിയ പൊടി എന്തോ ആണ്. നമ്മള് ലൈവ് കണ്ടോണ്ടിരുന്നവരാണ്, ഞങ്ങൾ നോക്കിട്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടോ, ഒന്നും കണ്ടില്ല. ചെറിയ എന്തേലും ഒരു ഇത് കാണുമെന്ന്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ അത് അനുമോൾ ആ കാര്യം കൃത്യമായിട്ട് ഇന്ന് പറയുന്നുണ്ട് എപ്പിസോഡിൽ. അപ്പം അനുമോള് ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പം സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ആഗ്രഹിച്ചതായിരുന്നു ആ പാത്രത്തിന്റെ വിഷയം ആരെങ്കിലും ഒന്ന് എടുത്തിടണമെന്നുള്ള കാര്യം. അക്ബർ അതൊരു തന്ത്രപരമായി അതിന് മുമ്പ് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആ ഒരു പാത്രത്തിന്റെ കേസ് പറയാതെ പോയെങ്കിൽ അനുമോളുടെ ഒരു സ്റ്റാൻഡ് വന്നപ്പോൾ അനുമോൾ ആ
വിഷയം കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു നീ പറഞ്ഞതുപോലെ അത് ലാലേട്ടൻ ചിലപ്പം നാളത്തേക്കിന് വെക്കാനെ കൊണ്ടുള്ളൊരു ക്യാപ്റ്റൻസിയുടെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻസി എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ. അമ്മാതിരി നല്ല ക്യാപ്റ്റൻസി ആയിരുന്നല്ലോ. അതെ, അപ്പോൾ അതിലേക്ക് വെച്ചേക്കുമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇഷ്യൂ നെവിൻ്റെ കേസ് തുടക്കം മുതൽ അനു പറഞ്ഞു തുടങ്ങി. അനു പറഞ്ഞ് നമ്മുടെ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന പോലെ നമ്മൾ തലേദിവസം കഴുകി വെച്ച പാത്രം പിറ്റേ ദിവസം നമ്മളൊന്ന് കഴുകിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചെയ്യേണ്ട കാര്യം അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരതിന് വെസൽ ടീം തന്നെ വന്ന് ചെയ്യണം എന്ന് എന്താ അടം പിടിച്ചു. പിടിവാശി പിടിച്ചു എന്ന്. അതിൻ്റെ പുറത്താണ് ഈ ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായതും പിന്നെ അതിനുശേഷം പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടലെടുത്തത് ആ ഒരു വിഷയത്തിൽ നിന്നാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 8 മിനിറ്റ് ആണ് ഷാനവാസ് അവിടെ വയ്യാതെ ആയിട്ട് അവിടെ ആ ഒരു ഫ്ലോറിൽ കിടന്നത്. അത് എന്തുകൊണ്ട് അവിടെ കൊണ്ടെത്തിച്ചില്ല? അതിനിടയ്ക്ക് 4 തവണ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റും വന്നു ഷാനവാസിന്റെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം അവിടെ കാട്ടിക്കൂട്ടിയ ഡ്രാമയെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അനീഷിൻ്റെ ഭാഗം അനീഷ് കൃത്യമാണ്. കാരണം അനീഷ് ആ വഴക്കിനകത്തോട്ടൊന്നും പോകാനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ കോൺസെൻട്രേറ്റ് ഷാനവാസിലേക്കായിരുന്നു. ഷാനവാസിനെ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിനെ കൊണ്ടുപോവുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അനീഷ് അവിടെ ഇരുന്നത്. അപ്പോൾ അത് ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലരും ചില വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലർ പറയുന്നത് എന്തുവാ ഷാനവാസ് ചിലപ്പോൾ ഡ്രാമ കളിച്ചതായിരിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നപ്പോൾ അനീഷ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം അടുത്ത് നിന്ന് കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഷാനവാസിന്റെ മുഖം മാറുന്നതും മുഖം ചുമക്കുന്നതും എല്ലാം മുഖമെല്ലാം നന്നായിട്ട് വിറയ്ക്കുന്നു, ബോഡി വെയിറ്റ് കൂടുന്നു എന്നൊക്കെ. അപ്പൊ ആ ഒരു സംഭവം എന്തായിരുന്നുള്ളൂ ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡോട് കൂടി മറ്റുള്ളവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. ആ ഒരു ഇഷ്യൂവിൽ നമ്മുടെ അക്ബറെ, നെവിനെ, ആര്യനെ, അതുപോലെ ഈ നമ്മുടെ ആദില, നൂറ, അനുമോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ച് ലാലേട്ടൻ നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവിടെ അനീഷ് മാത്രം പക്ഷെ അനീഷും നമ്മുടെ സാബുമാനും ആ ഒരു വിഷയത്തിൽ കറക്റ്റായിട്ട് ഡീൽ ചെയ്തു. അതും ഇന്ന് നമ്മുടെ ലാലേട്ടൻ ഇത് പറയുന്നുണ്ട്. അപ്പം അനാവശ്യമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ ഓരോ വഴക്കുകൾ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ലാലേട്ടൻ നല്ല രീതിയിൽ വിമർശിച്ചെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നൂറയുടെ കേസ് വരുന്നുണ്ട്, നമ്മുടെ ടാസ്കിന്റെ കാര്യം അല്ലേ? അല്ല, അതിനു മുമ്പ് ഈ നൂറയുടെ സംസാരം അത് നമ്മൾ ഇന്നലെ നൂറായിട്ടുള്ള ആ ഒരു വഴക്കും വന്നിട്ടില്ല. പക്ഷെ ക്യാപ്റ്റൻസിയിലെ ക്യാപ്റ്റന്മാര് കിച്ചണില് ഒറ്റയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു വിഷയമൊക്കെ ഒരു ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് പറയണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ലൈവൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകും ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്ന് നൂറ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. തലേ ദിവസം ഞങ്ങൾക്ക് ഫുഡ് 6:30 ഫുഡ് തന്നിട്ട് രാത്രി ഫുഡ് സ്കിപ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയും നിങ്ങൾ ജോലി ചെയ്ത് പറയുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ കേട്ടോ. നമ്മളത് ഭയങ്കര ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ നമ്മളവിടെ ഉണ്ട്. അത് പോയിന്റാണ് നൂറ പറഞ്ഞത്. ഈ എപ്പിസോഡ് കാണുന്നവർക്ക്, എപ്പിസോഡ് മാത്രം കണ്ടുപോകുന്നവർക്ക് ഈ വിഷയങ്ങളുടെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു കാരണം എപ്പിസോഡ് മാത്രം കണ്ടു പോകുന്നവർക്ക് കേട്ടോ. കാരണം പല കാര്യങ്ങളും നമ്മൾ എപ്പിസോഡിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ അല്ലെങ്കിൽ ലൈവിൽ കാണുന്ന പല കാര്യങ്ങളും എപ്പിസോഡിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് ഓരോ കാര്യങ്ങളുടെ ആ ഒരു വിഷയം. അതായത് ഈ ആഴ്ച നമുക്കറിയാം കിച്ചൺ ടീമിൽ ക്യാപ്റ്റന്മാർ ഇവരായിരുന്നു. അതുമാത്രമല്ല ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ടാസ്കുകൾ നടക്കുന്നതാണ്. അപ്പോൾ പല ടാസ്കുകളും ഇച്ചിരി കഠിനമായിട്ടുള്ള ടാസ്കുകളായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കിട്ടേണ്ടതാണ്. ആ ഒരു കാര്യത്തിൽ ക്യാപ്റ്റന്മാർ നല്ല രീതിയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഈ ക്യാപ്റ്റന്മാർക്ക് പറയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഈ വീക്ക് ഇത്ര ഒരു ഇതായിട്ടുള്ള വീക്കല്ല, നമുക്കെന്നാ എല്ലാവർക്കും കൂടെ ഒന്ന് സഹായിച്ച് ഫുഡ് ഉണ്ടാക്കാം എന്ന് പറയാം. അത് അവർ അത് ചെയ്യാതിരുന്ന അവരുടെ തെറ്റാണ്. അനാവശ്യമായിട്ട് ക്യാപ്റ്റൻസി എന്നുള്ളൊരു പവർ അധികമായിട്ട് ഞാനതിനെ പട്ടാള ചിട്ട എന്നുള്ള രീതിയിൽ തന്നെ പറയും. ആ ഒരു മെത്തേഡിലായിരുന്നു അവർ കൊണ്ടുപോകാനെ കൊണ്ട് നോക്കിയത്. പക്ഷെ അത് ഫലപ്രദമായില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസ് അങ്ങനെ എല്ലാവർക്കും തന്നിഷ്ടം പോലെ തോന്നിയ പോലെ അങ്ങനെ തോന്നിയ പോലെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഫുഡ് കിട്ടി. സ്ത്രീകൾക്ക് മാത്രമല്ല അനീഷൊക്കെ സത്യം പറഞ്ഞ ക്യാപ്റ്റന്മാരുണ്ടാക്കുവാണെങ്കിൽ അത് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ അതായത് ഗേൾസ്, അതായത് അനുമോൾ, ആദില, നൂറയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അവർ കഴിക്കുന്നതും കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് പോയി.
പിന്നെ എപ്പിസോഡിലേക്ക് വന്നാൽ പിന്നെ നമ്മുടെ നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ വിന്നർ ആയതുകൊണ്ട് ലാലേട്ടൻ അനുമോദിച്ച് ഒരു പിന്നെ നമ്മുടെ ഇത് നിവിന്റെ കേസിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിവിന്റെ കേസിൽ ഞാൻ വിക്റ്റായി നിവിൻ പോയില്ല എന്നുണ്ടെങ്കിൽ നിവിന്റെ കേസ് എന്താണ് ഞാൻ തീരുമാനിക്കും ഒരു സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ നിവിന്റെ വിഷയം അവിടെ വിടുന്നത്. പറഞ്ഞ റൂമർ അനുസരിച്ച് നിവിൻ എന്തോ ഒരു വലിയ പണി വരുന്നുണ്ട്, അദ്ദേഹം അർഹിക്കുന്നുണ്ട്, ആ ഒരു പണി കിട്ടണം. അതെ, നിവിൻ ഒരു ഇച്ചിരി ഓവർ ആയിരുന്നു ഈ 2 ആഴ്ച. ഈ ആഴ്ച അദ്ദേഹത്തെ നന്നായിട്ട് അവിടെ ഇരിക്കാൻ അറിയാമല്ലോ. അപ്പൊ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കാണിച്ചത് എന്താണ്, അവിടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചിരുന്നത്. ഈ വീക്ക് അവിടെ ഫയർ കിട്ടും എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ നിവിൻ എന്ത് മാന്യമായിട്ട് അവിടെ ഇരുന്നു. അതെ, പിന്നെ ഈ പറഞ്ഞതുപോലെ നൂറയുടെ കാര്യം, നമ്മുടെ നൂറ പിന്നെ എന്തൊക്കെയാണ് അത്രയും പുരുഷന്മാരെ പിന്തള്ളി ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് അല്ല, ഒരു എന്താണോ വാക്ക്, അതെന്തേലും ആട്ടെ, ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് അവിടെ ടിക്കറ്റ് ഫിനാലയ്ക്ക് യോഗ്യത നേടിയത്. നൂറ നമുക്കറിയാം ടാസ്കിലുടനീളം നൂറ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി തന്നെ ടാസ്കുകൾ ഗംഭീരമായിട്ട് ചെയ്തു. നൂറ സത്യം പറഞ്ഞാൽ നമ്മളത് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നൂറയുടെ കാര്യത്തിൽ നമ്മുടെ ഞാൻ വിചാരിച്ചിരുന്ന സംഭവം പറയട്ടെ സാർ, ഞാൻ വിചാരിച്ചിരുന്ന ആര്യനോ അല്ലെങ്കിൽ നമ്മുടെ സാബുമാനോ അല്ലെങ്കിൽ അക്ബറിനോ കിട്ടുമെന്നാണ്. സാബുമാൻ പിക്ചറിലേ ഇല്ല. അല്ല, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നത് ആര്യൻ അല്ലെങ്കിൽ സാബുമാൻ, അക്ബർ കിട്ടുമായിരുന്നു. നൂറായിരുന്നു ഞാൻ വിചാരിച്ച ആളേ അല്ല. പക്ഷെ അവരെ എല്ലാം പിന്തള്ളി ആര്യനെ ഇതാക്കിയിട്ടാണ് നൂറ കയറിയിരിക്കുന്നത്. അതേ ആ ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നൂറ ചെയ്തത്. അതാണ് ടിക്കറ്റ് ഫിനാലെ പറ്റി പറയുന്നത്. പിന്നെ നമ്മുടെ ടാസ്കുകളെ പറ്റി ഓരോ ടാസ്കുകളെ പറ്റി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓരോ ടാസ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തു, പിന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ടാസ്കിനെ കുറിച്ച് എങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യം ലാലേട്ടന് ഓരോരുത്തരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയത് നമ്മുടെ ചക്രവ്യൂഹം, ആ ഒരു ടാസ്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണ് ഈ ചക്രവ്യൂഹം എന്നുള്ളൊരു ചോദ്യം കണ്ടസ്റ്റന്റുകൾക്കിടയിൽ കൊടുക്കുമ്പോൾ അവിടെ ആർക്കും സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഞാൻ അനീഷിനെങ്കിലും അത് അറിയാമെന്ന് അനീഷിന് ഒരുപക്ഷെ അറിയാമായിരിക്കും, പക്ഷെ അദ്ദേഹം മറന്നു പോയതാകാനാണ് ചാൻസ്. കാരണം ഇത്രയും അറിവുള്ള ഒരു വ്യക്തിയല്ല. നമ്മളിപ്പോൾ ഓരോ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തൊരു വ്യക്തിക്ക് അറിയാതിരിക്കാൻ ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നത് മറന്നു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് ആർക്കും അറിയത്തില്ലായിരുന്നു എന്നുള്ളത് ഒരു കോമഡി തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാല്. പറയുന്ന ഓരോ ഇത് കേട്ട് ചക്രവ്യൂഹം എന്ന് പറഞ്ഞാൽ സുദർശന ചക്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് പലരും അത് പറയാനെ കൊണ്ട് ശ്രമിച്ചത്. അത് അനുമോക്ക് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഏതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ടാസ്ക്, നമ്മുടെ BB ഹൗസിലെ, അതായത് ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക്, മറ്റേ കാറിനകത്ത് കയറിയിരിക്കുന്നത്. ആ ടാസ്കിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നമ്മുടെ അനീഷിനോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അനീഷിനെ മനഃപൂർവ്വമായിട്ട് ആര്യനും നൂറയും കൂടെ പുറത്താക്കാനെ കൊണ്ടുള്ളൊരു ശ്രമം നടത്തിയോ എന്നൊരു സംശയം ലാലേട്ടൻ ചോദിച്ചു. അത് സംശയം അത് പുറത്ത് ഉള്ളത് തന്നെയാണ്. കാരണം അവിടുത്തെ നൂറയുടെയും ആര്യൻ്റെയും ഗെയിം സത്യം പറഞ്ഞാൽ വളരെ അൺഫെയർ ആയിരുന്നു. അത് കാരണം അവർ രണ്ടും കൂടെ ഏകദേശം പ്ലാൻ ചെയ്ത് അനീഷിനെ പുറത്താക്കുന്ന രീതിയിലാണ് നമുക്കും അത് ഫീൽ അവിടെ അനീഷിന്റെ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടത്. ആ ഒരു ടാസ്കിനെ പറ്റി ചോദിക്കുമ്പോൾ ഇവര് പുറത്താക്കാൻ നോക്കില്ലല്ലോ കേട്ടോ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നലെ നൂറ പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, വുമൺ കാർഡ് എടുക്കല്ലേ വളരെ ചീപ്പാണെന്ന്. ആ ഒരു വിഷയം പക്ഷെ അനീഷ് ഇന്ന് ലാലേട്ടനും അവതരിപ്പിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും അത് പറഞ്ഞേനെ അവിടെ. അതായത് ആ കാറിനകത്ത് വെച്ച് അനീഷ് നൂറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ആയ സമയത്ത് നൂറ പറഞ്ഞ സംഭവമായിരുന്നു അത്. വേണമെങ്കിൽ അനീഷിന് ഇന്നത്തെ എപ്പിസോഡിൽ അത് മെൻഷൻ ചെയ്യായിരുന്നു, പക്ഷെ അനീഷ് അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആണത്. കാരണം ലാലേട്ടന് മുന്നിൽ അങ്ങനെ ഒരു ഇത് വെക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകുമല്ലോ. പിന്നെ കാറിനകത്തിരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് നൂറ കുറച്ചൊക്കെ, അതായത് അനീഷിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. നൂറയുടെ കുറച്ച് നഖമൊക്കെ അനീഷിൻ്റെ വിരലിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇൻറ്റൻഷനോടല്ലെങ്കിൽ തന്നെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അനീഷ് അത് എടുത്തത്. അന്നേരമായിരുന്നു ലാലേട്ടന് നമ്മുടെ അനീഷിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു.
സത്യം പറഞ്ഞ ഈ ഒരു വിഷയം ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട് ഏറി കിടന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അനുമോൾ അനീഷ് ഒരു കോംബോ, അത് നീ എങ്ങനെ ആ കോംബോ എന്താണ് നിനക്ക് ഫീൽ ചെയ്യുന്നത്? എന്താണ് ആ കോംബോയെ പറ്റി ഫീൽ ചെയ്യുന്നത്? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കോംബോ എനിക്ക് തോന്നി എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മെനങ്ങാതെ രാത്രിയില് അനീഷ് ഹോസ്പിറ്റലായ ദിവസം ഷാനവാസ് നമ്മുടെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ലൈവിലോട്ട് നോക്കിയപ്പോൾ അനീഷും അനുമോളും സംസാരിക്കുന്നത് അവർ വളരെ കൂളായിട്ട് അവരുടെ പഴയ കാര്യങ്ങൾ ഓരോ അനീഷിൻ്റെ സ്കൂൾ ടൈം തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അതൊക്കെ പറഞ്ഞു നടക്കുന്നു. ഞാനപ്പോൾ അന്ന് അച്ഛനോട് ചോദിച്ചാൽ 10 മണിക്ക് കിടന്നുറങ്ങുന്ന ഈ മനുഷ്യൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? അന്ന് ഞാൻ തമാശക്ക് ചോദിച്ചു, എന്തിന് ഈ 11:45 അല്ലെങ്കിൽ 11:30 ഉറങ്ങിയിട്ടില്ല, ഇനിയും വേണം അദ്ദേഹത്തെ കുളിക്കാൻ പോയി കിടന്നുറങ്ങാൻ, 11:30 ആയപ്പോഴും എഴുന്നേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അച്ഛനോട് പറഞ്ഞ് ഇതാക്കിയായിരുന്നു. ആ നിമിഷം മുതലാണ് ഞാൻ സത്യത്തിൽ അത് ശ്രദ്ധിക്കുന്നത്. കാരണം അത് ശ്രദ്ധിക്കാൻ കാരണം അന്ന് ചിലപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ക്രഷ് അനീഷിന് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതാണ് എനിക്ക് പിന്നെ ഫീൽ ചെയ്തത് ഈ കാര്യമാണ്. പിന്നെ ആ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഒരു 2 കാര്യം എടുത്ത് കാണിക്കുന്നത് ആദില നൂറ എന്ന കപ്പിൾസിനെയും ഇവരെയാണ് എടുത്ത് കാണിക്കുന്നത്. അത് ജനങ്ങൾക്കിടയിലേക്ക് ഇട്ട് കൊടുത്താണെന്ന് എനിക്ക് ആ നിമിഷം ഇപ്പം എനിക്ക് അറിയത്തില്ല വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടോന്ന്. കാരണം അനീഷ് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു കോംബോ ഇപ്പോഴും ഒരു 2 ദിവസം കൊണ്ട് പുറത്ത് ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുക. അപ്പം മേ ബി ചിലപ്പോൾ അത് അവർക്കിടയിലെ ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള ഒരു ബോണ്ട് ആയിരിക്കാം, ചിലപ്പം അല്ലായിരിക്കും, ചിലപ്പം ഇത് എന്തുവാണെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ പറയാനുള്ള അനീഷത്താൻ നിങ്ങൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. ഇനി 20 ദിവസം കൂടെ ഉള്ളൂ, 14 ദിവസം കൂടെ ഉള്ളൂ. അത് തന്നെ. അപ്പം അല്ലെങ്കിൽ നമുക്ക് രസമല്ലേ 2 ആഴ്ച ഇനി പോകാനും കൊണ്ട് ആൾക്കാർക്ക് കാണാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത്. പക്ഷെ വെളി ഹിറ്റ് ആവും കേട്ടോ, കാരണം അവര് ആ 2 വ്യക്തികളെ ആയതുകൊണ്ടാണ് ഇത്ര നമുക്കത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് അവിടെ ഒരിതുമില്ല. അതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന ലൈവിനകത്തൂടെ ഈ ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ മെൻഷൻ ചെയ്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷ് ഒരു മസാജിങ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ അനുമോള് അവിടെ കിടന്നുറങ്ങിയപ്പം കാല് തണുക്കായിരിക്കാൻ പുതപ്പ് കൊണ്ട് കൊടുക്കുന്നു. ഞാൻ ശ്രദ്ധിച്ച സത്യം പറഞ്ഞു നമ്മുടെ ആര്യന്റെ മുഖോട് ആര്യൻ ഇക്ലി പാറിയ പോലെ ഇരിക്കുന്നു. ആരും ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ അക്ബറിന്റെ കാര്യം, അക്ബറിന് ഒരു ചെറിയൊരു ഇതുണ്ട്, അല്ലെങ്കിൽ അക്ബറിന് അതെന്നാലും ചിരിച്ച് അക്ബർ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ലൈവ് കാണുമ്പോൾ അറിയായിരുന്നു അക്ബറിന് ഈ ഒരു പക്ഷെ ഇപ്പൊ പുറത്തും പലർക്കും ഇത് അറിയാമെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ഈ അനുമോൾ അനീഷ് ഇങ്ങനത്തെ ഒരു കോംബോ ഇങ്ങനെ വർക്ക് ആകുന്നുണ്ടോ കാര്യം എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാമോ എന്ന് അറിയത്തില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ലൈവ് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർക്കിടയിൽ ഇങ്ങനൊരു കോംബോ, അതായത് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അക്ബറിന് ഇത് ചെറിയ തോതിൽ ഇത് കിട്ടിയിട്ടുണ്ട്, ഹിന്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇന്നത്തെ. അതെ, അപ്പൊ ഇന്ന് ലാലേട്ടനും പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അവിടെ എടുത്തിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ഈ വരുന്ന 2 ആഴ്ചക്ക് ഇതിനകത്ത് അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കണ്ടന്റ് കാണുമായിരിക്കും. മേ ബി അത് അവരുടെ കാരണം അദ്ദേഹത്തിന് ക്രഷ് തോന്നി എന്നാണ് പറയുന്നത്. ഇന്ന് ലാലേട്ടൻ തന്നെ തുറന്നു പറയുകയാണ്, എന്താണ് അനീഷ് ഒരു മസാജ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് അനുമോള് തല മസാജ് ചെയ്യുന്ന കാര്യമായിട്ടാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അത് ഞാൻ തല മസാജ് ചെയ്തല്ല നര പിടിത് കൊടുത്താണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പക്ഷെ ലൈവ് കണ്ടപ്പോ നമുക്ക് മസാജ് പിന്നെ പാതിരാത്രി കാറിൽ നിന്നിട്ടല്ലേ തലമുടി നരം പിടുന്ന് മസാജ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അനുമോൾ ഇറങ്ങിക്കോളൂ, ഞാൻ ആ നിമിഷം ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇറങ്ങിക്കണേ ഉടനെ അനീഷ് പറയുന്നത് അവിടെ നിന്ന് ഞാൻ വരുവാന്ന്. ഞാൻ എന്താ ചോദിച്ചു, ഈ മനുഷ്യൻ എന്താ ഇപ്പൊ ഇറങ്ങിപ്പോകുന്നത്? അല്ല, അതിനകത്ത് വേറെ ഒരു വിഷയം എന്ന് വെച്ചാല് അനുമോളുടെ കൂടെ തന്നെ അനീഷ് ഇറങ്ങിയത് മേ ബി അനീഷ് പലപ്പോഴും കാരണം അതിൽ നിന്ന് കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കണക്ക് കൂട്ടുമ്പം ഈ അനീഷിനും അനുമോക്കും ഏകദേശം സെയിം പോയിന്റ് 34 പോയിന്റ് വരുന്നൊരു സിറ്റുവേഷനാണ്.
അപ്പം ചിലപ്പോൾ അത് കണക്ക് കൂട്ടിക്കൊണ്ടായിരിക്കും അനീഷ് ഇറങ്ങിയത്. അല്ല ഞാനിപ്പോ ഇങ്ങനെ സംഭവം നടക്കുന്നതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ പറയട്ടെ, ഞാൻ അങ്ങനെയാണ് ഞാൻ അവിടെ കണക്ക് കൂട്ടിയത്. പക്ഷെ എന്നാലും തലേ ദിവസം നടന്ന ഈ ഇൻസിഡന്റിനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ. ഞാനപ്പോ എന്റെ ഇതില് ഞാൻ പറയുന്നത് അവിടെ അത്രയും പേര് അനുമോക്കെതിരായിട്ടുണ്ട്. എക്സ്പെഷ്യലി നമ്മുടെ അക്ബർ ആര്യനൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചൊറിഞ്ഞ്. അപ്പൊ അനുമോളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടിരിക്കുന്നതാണെങ്കിലും എന്നും വേണേൽ ചിന്തിക്കാം. രണ്ട് കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞൊരു ഓപ്പോസിറ്റ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതെന്തോ ആയിരിക്കുമെന്ന് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലെ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഒരു ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇത്ര ഇവിടെ ചെയ്ത് കൂട്ടുന്നതൊക്കെ കാണുമ്പം ഈ നിമിഷത്തില് വളരെ മിസ് ചെയ്യുന്നുണ്ട് ഷാനവാസ്. നാളത്തെ എപ്പിസോഡിൽ കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. കാണട്ടെ, എത്രയും പെട്ടെന്ന് അദ്ദേഹം വരട്ടെ. കാരണം ഇനി ഇത്ര ദിവസം കൂടെ ഉള്ളൂ. ഇനിയിപ്പം വലിയ വഴക്കിലോട്ടൊന്നും പോകാതെ ഇവർ സത്യം പറഞ്ഞാൽ ആ ഒരു അല്ലെങ്കിൽ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു മൊമെന്റിൽ പോകുന്നതായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. വഴക്ക് പൂർണ്ണമായിട്ട് വേണമെന്നല്ല, ആവശ്യമുള്ളതിന് മാത്രം പിടിക്കുക. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അലച്ച് ഫുഡിൻ്റെ പേരിലൊക്കെ വിഷയം ഉണ്ടാക്കാതെ എല്ലാവരും ഇനി ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഭക്ഷണം ചെയ്ത് കഴിക്കുന്നതൊക്കെ ആയിരിക്കും ഇനിയും നല്ലത്. കാരണം ഇത് വളരെ ഗ്രാൻഡ് ഫിനാലെ ഇങ്ങ് അടുത്തു. സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്തുള്ളത്. അപ്പം നെവിനെ പകുതി പുഴുങ്ങി വെച്ചേക്കുവാണ്, മുക്കാൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ഇത് കഴിഞ്ഞിട്ട് നെവിൻ നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഇതായിട്ടാണ് അത് എഴുതിയെടുക്കുന്നത്. സ്മോക്കിംഗ് ഏരിയയിലോട്ടൊക്കെ പോകുന്നത്. നിവിന്റെ ലാലേട്ടൻ തുറന്ന് പറഞ്ഞല്ലോ, നിവിന് പുറത്ത് സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിവിൻ അതൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. നാളത്തെ ദിവസത്തെ എവിക്ഷനിൽ ആര് പോകുമെന്ന് നാളെ നമുക്കറിയത്തുള്ളൂ. അതൊരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് പറയാം. അങ്ങനൊരു റൂമർ പുറത്തിപ്പം എയറിലുണ്ട്. അങ്ങനെ അൺഫെയർ ആണെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നാളത്തെ എപ്പിസോഡ് റിവ്യൂ അല്ലാതെ ഒരു വീഡിയോയും കൂടെ ചെയ്യാനെ കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു, എന്നാൽ വലിയ ഫയർ ആയിട്ടുള്ള രീതിയിൽ ആരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഷാനവാസിനെ കമ്പയർ ചെയ്ത് ഷാനവാസിനെ ഫയർ ചെയ്ത ഒരു എപ്പിസോഡുമായിട്ട് ആരും കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം മേ ബി ഇതൊരു അതായത് ഇനി ഇത്ര ദിവസം കൂടെ ഒക്കെ അല്ലേ ഉള്ളൂ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ലാലേട്ടന് കുറച്ചൊരു ഇത്ര ദിവസം പറയുമ്പോൾ ഇനി ഒരു വീക്ക് കൂടെ വരുള്ളൂ സാധാരണ നോർമലായിട്ട് ലാലേട്ടൻ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ളത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പൊ ഈ ലാസ്റ്റ് നിമിഷം ഇവരെ വഴക്ക് പറയേണ്ട ആയിരിക്കണം. അത്രത്തോളം ഇതാക്കാതെ എന്താണേലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കിട്ടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ട് നാളെ വരാം. ഗുഡ് നൈറ്റ്.